director in Indian film industry വായ പൊളന്ന് பார்க்க പോறாங்க. ചില സിനിമകളുടെ ട്രെയിലർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓഹ് ഗംഭീര പടം വരുന്നു, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. പക്ഷേ അങ്ങനെ നമ്മൾ പറ്റിക്കപ്പെട്ട കുറച്ച് സിനിമകളുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് സിനിമകളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് നെഞ്ചും വിരിച്ച് ഇറങ്ങി വരാം തിയേറ്ററിൽ നിന്ന് ഒടിയൻ കണ്ടിട്ട്. മലയാള സിനിമയിലെ കൊടൂര ഹൈപ്പ് എന്താണെന്ന് കാണിച്ച ലാലേട്ടൻ ചിത്രം ഒടിയൻ. പീറ്റർ ഹെയ്നിന്റെ ആക്ഷൻ രംഗങ്ങൾ. പ്രൊമോഷൻ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു മറ്റൊരു ബാഹുബലി മലയാളത്തിൽ സംഭവിക്കാൻ പോവുകയാണെന്ന്. പോരാത്തതിന് ഡയറക്ടർ ശ്രീകുമാർ മേനോന്റെ വക തള്ളും. ട്രെയിലർ റിലീസായി ഹൈപ്പ് വാനോളം. പലരും FDFS ഉറപ്പിച്ചു. അങ്ങനെ കാത്തിരുന്ന റിലീസ് ദിവസം വന്നു, അതും കേരളത്തിലെ ഹർത്താൽ ദിവസം. പാൽപത്രം ഒടിയൻ മാത്രം ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ഒടുവിൽ ഹർത്താൽ അതിജീവിച്ച് പ്രേക്ഷകർ തിയേറ്ററിൽ പോയി കണ്ടതെന്താണ്? ഒടിവിദ്യ കാണിക്കാൻ ഇരുട്ടത്ത് കുനിഞ്ഞു നിൽക്കുന്ന ലാലേട്ടൻ. വവ്വാൽ, മാൻ, പന്നി എന്നൊക്കെ പറഞ്ഞ മനുഷ്യനെ പറ്റിച്ച വോൾട്ടേജ് കുറഞ്ഞ കുറച്ച് ഫൈറ്റ് സീനുകൾ. കൂടെ കഞ്ഞി എടുത്തുകൊണ്ട് മഞ്ജു വാര്യരും. കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക. അവസാനം പ്രകാശ് രാജിന്റെ വില്ലൻ ക്യാരക്ടർ പോലും സിനിമയിൽ ലാലേട്ടനോട് ചോദിച്ചുപോയി, ഇതാണോളോ അതിന്റെ ഒടിവിദ്യ എന്ന്. ഹൈപ്പ് കൊടുത്ത ആളുകളെ കയറ്റി ഒടുവിൽ തിയേറ്ററിൽ നിന്ന് ആളുകൾ ഒടിഞ്ഞു മടങ്ങിയ ഒരു ചരിത്ര ദുരന്തം. അടുത്തത് നമ്മുടെ ലാലേട്ടന്റെ തന്നെ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ വന്ന മരക്കാർ. 100 കോടി ബഡ്ജറ്റ്, ദേശീയ അവാർഡുകൾ, കടലിലെ വമ്പൻ യുദ്ധങ്ങൾ. ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ കരുതി കരീബിയൻ കടലിലെ പൈറേറ്റ്സിനെയൊക്കെ നമ്മുടെ കുഞ്ഞാലി മരക്കാർ അറബിക്കടലിൽ മുക്കിക്കൊല്ലുമെന്ന്. പക്ഷേ തിയേറ്ററിൽ പോയി മലയാളി കണ്ടതോ പകുതിയും ഹോളിവുഡ് പടങ്ങളിൽ നിന്ന് അടിയോടെ അടിച്ചു മാറ്റിയ സീനുകൾ. കടലിലെ യുദ്ധം കാണാൻ പോയ നമുക്ക് കിട്ടിയത് പ്രണവ് മോഹൻലാലിന്റെ ചൈനീസ് കരാട്ടയും ലാലേട്ടന്റെ തലയിലെ വലിയൊരു തൊപ്പിയും. പോരാത്തതിന് പടത്തിന്റെ പകുതിയും സംസാരിക്കുന്നത് എന്തോ ഒരു വിചിത്രമായ തമിഴ് മലയാളം ഭാഷ, പലരും പല ലാംഗ്വേജ്. സിംഹം വരുമെന്ന് കരുതി കാത്തിരുന്ന പ്രേക്ഷകന്റെ മുമ്പിലേക്ക് വന്നത് അരിച്ചാക്കിലിറക്കി വെച്ച ലാലേട്ടനെ. അടുത്ത സിനിമയുടെ പേര് പറഞ്ഞ ഒരുപക്ഷെ നിങ്ങൾ അലറുമായിരിക്കും. Any director in Indian film industry വായ പൊളന്ന് பார்க்க പോறாங்க. കങ്കുവ. തമിഴകത്ത് നിന്ന് അടുത്ത കാലത്ത് വന്ന ഏറ്റവും വലിയ അലർച്ച, ഹൈപ്പായിരുന്നു കങ്കുവ. സൂര്യയുടെ 10 തലമുറ മുമ്പത്തെ ഗെറ്റപ്പും വമ്പൻ വിഷ്വൽസും കണ്ടപ്പോൾ തമിഴ് സിനിമയുടെ അടുത്ത ബാഹുബലി എന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ തിയേറ്ററിൽ പടം തുടങ്ങിയതും തീർന്നതും പ്രേക്ഷകർ അറിഞ്ഞത് ഒരൊറ്റ കാര്യത്തിലൂടെയാണ്: അലർച്ച. സ്ക്രീനിൽ സൂര്യ അലറുന്നു, വില്ലൻ ബോബി ഡിയോൾ അലറുന്നു, തിയേറ്ററിലെ സൗണ്ട് സിസ്റ്റം അലറുന്നു. ഇതൊക്കെ കേട്ട് സഹികെട്ട് പ്രേക്ഷകരും അലറുന്നു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ പകുതി പേർക്കും തലവേദനയും ബാക്കി പകുതി പേർക്ക് ചെവി കേൾക്കാത്ത അവസ്ഥയുമായിരുന്നു. ട്രെയിലറിലെ വിഷ്വൽസ് കണ്ട് പറ്റിക്കപ്പെട്ട സിനിമാ പ്രേമികൾ ഒടുവിൽ തിയേറ്ററിലെ കസാരയിൽ ഇരുന്ന് വായ പൊളந்து പാക്കേണ്ടി വന്നു. അടുത്തത് മാസ്റ്റർ പീസ് ഡയറക്ടർ കമൽഹാസനെ നായകനാക്കിയ ദ തഗ് ലൈഫ്. മണിരത്നവും കമൽഹാസനും നായകൻ കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുന്നു. ഒപ്പം മണിരത്നത്തിന്റെ ആ മാരക ആക്ഷൻ ട്രെയിലറും. പേര് കേട്ടപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു ഇതൊരു ആഗോള തഗ്ഗുകളുടെ കഥയാണെന്ന്. ദുൽഖർ, ജയൻ രവി, സിലംബരസൻ എന്നിങ്ങനെ കാസ്റ്റിംഗ് മാറ്റിക്കൊണ്ടേയിരുന്നപ്പോൾ തന്നെ ലേശം പന്തികേട് തോന്നേണ്ടതായിരുന്നു. ട്രെയിലറിൽ കാണിച്ച ആ മരുഭൂമിയിലെ ഫൈറ്റും സ്റ്റൈലും കണ്ട് തിയേറ്ററിൽ കയറിയ നമ്മൾ കണ്ടത് മണിരത്നം സാറിന്റെ ആ പതിവ് സ്ലോ പേസ്ഡ് മൂവി. മാസ് തഗ് ലൈഫ് പ്രതീക്ഷിച്ചു പോയ ന്യൂ ജനറേഷൻ പിള്ളേർ തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങി വീണു. മണിരത്നം സാർ അദ്ദേഹത്തിന്റെ ലൈഫ് മാസാക്കി. പക്ഷെ പടം കണ്ടിറങ്ങിയ പ്രേക്ഷകരുടെ ലൈഫ് ശരിക്കും തഗ് ലൈഫായി മാറി. അവിടെയും അഭിഹിതം മാത്രം. അടുത്തത് നമ്മുടെ LCUവിന്റെ ഡയറക്ടർ ലോകേഷ് കനകരാജിന്റെ കൂലി. അതെ, ലോകേഷ് കനകരാജും തലൈവർ രജനീകാന്തും ഒന്നിക്കുന്നു. ആ അനിരുദ്ധ് മ്യൂസിക്കും സ്വർണ്ണ വാച്ചുകളും ഒക്കെ വെച്ചുള്ള ഒരു ടീസറും ട്രെയിലറും കൂടി ആയപ്പോൾ ഹൈപ്പ് ആകാശത്തോളമായിരുന്നു. ലിയോയും വിക്രമും ഒക്കെ കണക്ട് ചെയ്ത് ദാ വരുന്നു തലൈവർ LCUവിലേക്ക് എന്ന് കരുതി ഫാൻസൊക്കെ ആവേശത്തിന്റെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു. വില്ലനായി ബോളിവുഡിൽ നിന്ന് അമീർ ഖാനും. പക്ഷെ തിയേറ്ററിൽ പടം വന്നപ്പോഴാണ് മനസ്സിലായത് ലോകേഷിന്റെ കയ്യിൽ കഥ എന്ന സാധനമേ ഇല്ല. സൗബിനൊക്കെ എന്തിനു വന്നോ എന്തോ. ആകെ പൂജയുടെ സോങ്സും BGMും മാത്രം ഉണ്ട് ഓർത്തു വെക്കാൻ. പിന്നെ തലൈവരുടെ പഴയ ഡയലോഗുകളും സീനുകളും റീമേക്ക് ചെയ്ത് കാണിക്കലും മാത്രമായി പടം ഒതുങ്ങി. വെറുതെ അമീർ ഖാനെ കൊണ്ടുവന്ന് ബീഡി വലിപ്പിച്ചത് മാത്രമായി മിച്ചം. അടുത്തത് ദ ഗെയിം ചേഞ്ചർ ബസൂക്ക. ട്രെയിലറിൽ മമ്മൂക്കയുടെ സ്റ്റൈലും ലുക്കും ആക്ഷനും കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു മലയാളത്തിലെ ആദ്യത്തെ ഗെയിമിംഗ് ത്രില്ലർ അല്ലെങ്കിൽ ജോൺ വിക്ക് സ്റ്റൈൽ ആക്ഷൻ പടമെന്ന്.
ട്രെയിലർ കണ്ട ഫാൻസ് തിയേറ്ററിലേക്ക് ഇടിച്ചു കയറി. തിയേറ്ററിൽ 8 നിലയിൽ പടം പൊട്ടി. സിനിമയിൽ എന്തൊക്കെയോ ഉണ്ട്, സിനിമയിലെ കഥ വലിയ സംഭവമാണെന്നൊക്കെ വരുത്തി തീർക്കാനും നോക്കി. അതൊക്കെ സത്യം തന്നെ. പക്ഷെ കഥ എന്താണെന്നോ കഥ എങ്ങോട്ട് പോകണമെന്നോ സംവിധായകന് പോലും മനസ്സിലാക്കാത്ത അവസ്ഥയായെന്ന് പറഞ്ഞാൽ മതി. മമ്മൂക്കയുടെ ലുക്ക് കൊള്ളാം, പക്ഷേ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയവന് ഒരു ബസ്സൊക്കെ വെച്ച് വെടിവെക്കണോ എന്നാണ് പടം കണ്ടിറങ്ങിയ ഫാൻസ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ ഈ സിനിമ ഇതുവരെ OTT പോലും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ, അതല്ലെങ്കിൽ നിങ്ങളുടെ ലിസ്റ്റിൽ ഏറ്റവും വലിയ നിരാശ സമ്മാനിച്ച സിനിമ ഏതെന്ന്